കേരളത്തിൻ്റെ പൊതുമേഖലയിൽ അവിശ്വസനീയമായ കുതിപ്പിനാണ് ഇന്ന് നാം സാക്ഷ്യം വഹിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈവിധ്യവൽക്കരണവും നവീകരണവും ഗൗരവമുള്ള ദൗത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഈ വളർച്ച. തകർച്ചയുടെ വക്കിലായിരുന്ന സ്ഥാപനങ്ങളെ LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംരക്ഷിച്ച് കാര്യമായ പിന്തുണ നൽകി വളർച്ചയുടെ പാതയിലെത്തിച്ചു. വിമാനത്താവളങ്ങൾ, ഖനികൾ, FCI ഗോഡൌണുകൾ, ഇന്ത്യൻ റെയിൽവേ, ഭാരത് പെട്രോളിയം, BSNL തുടങ്ങി ഇന്ത്യയുടെ പൊതുസ്വത്തായിരുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മിക്കവയും വിൽക്കുകയും ശേഷിച്ചവ വിൽപ്പനയ്ക്ക് വെക്കുന്ന BJP സർക്കാർ രാജ്യം ഭരിക്കുമ്പോഴാണ് കേരളത്തിന് പൊതുമേഖല അഭിമാനമായി മാറുന്നത്. BJPയെ പോലെ UDFൻ്റെ ലക്ഷ്യവും പൊതുമേഖലയെ തകർക്കലായിരുന്നു. എന്നാൽ LDF സർക്കാർ മാന്ത്രിക വേഗത്തിലാണ് അവയിൽ ഭൂരിഭാഗവും ലാഭത്തിലാക്കിയത്. ആ ലാഭനഷ്ട കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. LDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം 131.60 കോടി രൂപയായിരുന്നു. എന്നാൽ ആദ്യ വർഷം തന്നെ 71 കോടിയിലധികം നഷ്ടം നികത്തി. KMML, ടൈറ്റാനിയം, കൊച്ചിൻ കെമിക്കൽസ് എന്നിവ ആദ്യ പാദത്തിൽ തന്നെ വൻ നേട്ടം കൈവരിച്ചു. പൊതുമേഖലയിലെ കമ്പനികളുടെ പുനരുദ്ധാരണത്തിന് പ്രൊഫഷണൽ സമീപനവുമായി സർക്കാർ മുന്നോട്ട് വന്നു. ആദ്യത്തെ 2 വർഷത്തിനിടയ്ക്ക് പദ്ധതി വിഹിതം 100 കോടി രൂപയിൽ നിന്ന് 310 കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ടെക്സ്റ്റൈൽ മേഖലയെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്നതിനായി 2018-19 45 കോടി രൂപ വകയിരുത്തി. പ്രവർത്തന മൂലധനമായി 30 കോടി രൂപയും വകയിരുത്തി. പൊതുമേഖല വളരുന്നു എന്ന് വെറുതെ പറയുന്നതല്ല. പബ്ലിക് സെക്ടർ റിക്രൂട്ടിംഗ് ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ബോർഡിൻ്റെ 2017-18 അവലോകന റിപ്പോർട്ടിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവിൽ 7.5% വളർച്ച രേഖപ്പെടുത്തി. 2016-17 40.37 കോടി രൂപയായിരുന്നു KMMLൻ്റെ ലാഭമെങ്കിൽ 2017 നവംബറോടെ അത് 3 ഇരട്ടിയിലേറെ വർദ്ധിച്ച് 136 കോടി രൂപയായി. ട്രാവൻകൂർ ടൈറ്റാനിയത്തിൻ്റെ ലാഭം ഇതേ കാലത്ത് 3 കോടി രൂപയിൽ നിന്ന് 15 കോടി രൂപയെ വർദ്ധിപ്പിച്ചു. KSIDC 2017-18 ലാഭം 25.19 കോടി രൂപയിൽ നിന്ന് 2018-19 34.89 കോടി രൂപയായി വർദ്ധിച്ചു. KSIE പ്രവർത്തന ലക്ഷ്യത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കരകയറി. 2019-20 വർഷത്തിൽ ഇന്ത്യയിലെ മൊത്തം സാമ്പത്തിക വളർച്ച 47% കുറഞ്ഞപ്പോഴും 3-ാം പാദം വരെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കോവിഡ് പശ്ചാത്തലത്തിലും പ്രവർത്തന ലാഭത്തിൽ തുടരുന്ന സ്ഥിതിയാണുണ്ടായത്. 2019-20 വർഷം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം 299.35 കോടി രൂപയായി ഉയർത്തി. ഇപ്പോൾ പൊതുമേഖലയുടെ മൊത്തം ലാഭം 258.29 കോടി രൂപയാണ്. എല്ലാ കാലത്തും നഷ്ടത്തിൻ്റെ കഥ മാത്രം പറയാനുണ്ടായിരുന്ന KSRTC ലാഭത്തിലേക്ക് ചുവടുവെച്ചു എന്നതാണ് മറ്റൊരു പ്രത്യേകത. 2019 ഏപ്രിൽ മാസം ഒറ്റ ദിവസം 189.84 കോടി രൂപ വരുമാനമുണ്ടായി. ആ മാസം ആദ്യമായി KSRTC വരുമാനത്തിൽ നിന്ന് ജീവനക്കാർക്ക് ശമ്പളം നൽകി. KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. അതിൻ്റെ മാറ്റമാണ് വരുമാനത്തിൽ പ്രകടമായത്. UDF ഭരണകാലത്ത് നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പോൾ ലാഭത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഭരണത്തിലേറിയ ഇടതുപക്ഷ സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടലും നടത്തിപ്പുമാണ് വളരെ വേഗത്തിൽ ഇവയെല്ലാം ലാഭത്തിലെത്താൻ കാരണം. പൊതുമേഖലയെ വിറ്റുതുലയ്ക്കലാണ് NDAയുടെയും UPAയുടെയും ലക്ഷ്യമെങ്കിൽ സംരക്ഷണമാണ് LDF സർക്കാരിൻ്റെ നയം. അതെ, ഈ സർക്കാർ വികസനങ്ങളുടെ സർക്കാരാണ്.